കേരളം കൈകോർക്കുകയാണ് അർജുന്റെ ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടി, അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ കേരളം കൈകോർക്കുന്നു. അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നു. വിവരങ്ങൾ ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, കർണാടകയിലെ അങ്കോളയിൽ കഴിഞ്ഞ 4 ദിവസമായി അർജുൻ കുടുങ്ങിക്കിടക്കുന്നു. വാർത്ത പുറത്തുവന്ന ഏറ്റവും സുപ്രധാനമായ അടിയന്തര ഇടപെടൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം? എങ്ങനെയാണ്? നേരത്തെ അവിടെ അർജുനോടൊപ്പം ഉണ്ടായിരുന്ന അവിടെ അർജുന്റെ സുഹൃത്തൊക്കെ അവിടെ അദ്ദേഹം നേരത്തെ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് JCB ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചൊരു സാഹചര്യം, മറ്റൊരു സ്ഥലത്താണ് മണ്ണ് നീക്കമൊക്കെ നടക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ്? അഞ്ജന, തെരച്ചിൽ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായ അറിയിപ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച രാവിലെ 8:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അങ്കോളയിൽ നിന്ന് ഷിരൂരിലേക്ക് പോകുന്ന ദേശീയപാതയിലാണ് അപകടം ഉണ്ടായത്. വലിയ കുന്ന് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് റോഡിലേക്ക് ഒരു വശത്തേക്ക് വീഴുകയായിരുന്നു. ഇതിനിടയിലാണ് വാഹനങ്ങൾ പെട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മലയാളി കോഴിക്കോട് സ്വദേശിയായ അർജുൻ ലോറിയുമായി ഇവിടെ ഉണ്ടായിരുന്നു എന്ന വിവരം ലഭിക്കുന്നു. ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായ അറിയിപ്പ് പ്രകാരം 7 പേരുടെ ജീവനാണ് ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടത്. 2 കുട്ടികൾ, 2 സ്ത്രീകൾ ഉൾപ്പെടെ 7 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 7 പേരുടെ മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ പേർ അകപ്പെട്ടു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു കുന്ന് അങ്ങനെ തന്നെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തൊട്ടടുത്ത് ഒരു പുഴയുണ്ട്. ഇതിനടുത്തായി ഒരു വാഹനങ്ങൾ വിശ്രമിക്കുന്നതിന് വേണ്ടി നിർത്തിയിടുന്ന ഒരു സ്ഥലമാണ്. ഈ സമയത്താണ് രാവിലെ 8:30 കൂടി അപകടം ഉണ്ടായത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. രാവിലെ 8:30 അപകടം സംഭവിച്ചതെന്ന് ഔദ്യോഗികമായി അറിയിപ്പ് NDRF നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 11:45 NDRF ഈ വിവരം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ തിരച്ചിലിൽ ഒരു ടാങ്കർ ലോറിയും ഒരു കാറുമാണ് ഈ അപകടത്തിൽപ്പെട്ടതായി കണ്ടെത്തിയത്. അത് അവിടെ നിന്ന് NDRF ടീം, ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘം അത് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം 7 മൃതദേഹങ്ങളും കണ്ടെത്തി. അഗ്നിരക്ഷാസേന, അതോടൊപ്പം പോലീസും NDRF സംഘവും ഉൾപ്പെട്ട ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടന്നത്. ഈ മണ്ണ് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സമഗ്രമാണ്. വലിയൊരു കുന്ന് അങ്ങനെ തന്നെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. അർജുൻ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി തെരച്ചിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അർജുന്റെ വാഹനം ബോംബെയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ചരക്കുമായി പോകുന്നതിനിടെ ഇവിടെ വിശ്രമിക്കാൻ നിർത്തിയതായിരിക്കുമെന്നാണ് കരുതുന്നത്. സാധാരണ വാഹനങ്ങൾ ഇപ്പോൾ നേരത്തെ അർജുന്റെ സുഹൃത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം 5000 ടണ്ണോളം മണ്ണ് മൂടിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അധികം ഭീകരമായ ഒരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണോ, അതായത് മണ്ണ് നീക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അതോടൊപ്പം തന്നെ ഈ NDRF സംഘമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. നേവിയെയും മറ്റും കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്നു. എന്താണ്, നേവി സംഘം എത്തിയിട്ടുണ്ടോ? ആ രീതിയിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജന, തിരച്ചിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേവി ഉൾപ്പെടെയുള്ള ആളുകളെ തിരച്ചിലിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായ ഒരു അറിയിപ്പ് അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭിച്ചിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരച്ചിൽ ഊർജ്ജസ്വലമാക്കുന്ന കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് ശക്തമായ ഒരു മഴ നിലനിൽക്കുന്ന പ്രദേശമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. പ്രതികൂല കാലാവസ്ഥ മണ്ണ് നീക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജന.